രാഷ്ട്രീയക്കാരും ഒരുപോലെ ചർച്ച ചെയ്യുന്നൊരു മണ്ഡലത്തിലേക്കാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നമ്മുടെ കെ മുരളീധരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. VS സുനിൽകുമാർ CPIക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിയാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. കുറേ കാലമായി സുരേഷ് ഗോപി പറയുന്നുണ്ട് തൃശ്ശൂർ ഞാൻ എടുക്കുവാന്ന്. നമ്മുടെ സർവേ ഫലം അനുസരിച്ച് തൃശ്ശൂരിൽ വളരെ നേരിയ മാർജിനിൽ സുരേഷ് ഗോപി ജയിക്കുവാനാണ് സാധ്യത. ഇവിടെ നമ്മുടെ ഈ സർവേയിൽ തന്നെ വനിതകളോട് കൂടുതൽ അഭിപ്രായം ചോദിച്ചിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന കുറേ അധികം വനിതകൾ സുരേഷ് ഗോപിയെ ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും അതൊക്കെ വോട്ടായി മാറുകയും ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയസാധ്യത കാണുന്നുണ്ട്. സുരേഷ് ഗോപി ഇപ്പം ഞാനും സാറിന് അറിയാമല്ലോ 3 പ്രാവശ്യം ഞാൻ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പോയ ആളാണ്. പല കാരണങ്ങളും പല ആവശ്യങ്ങൾക്ക് പോയതാണ്. അപ്പം ഞാനും അതിൻ്റേതായിട്ടുള്ള തരത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയ സമയത്ത് അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്തിട്ടില്ല, അതിന് മുമ്പാണ്. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 50,000 വോട്ടിൻ്റെ മാർജിനിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയായിരുന്നു അന്ന് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിക്ക് ജയസാധ്യത ആ സമയത്ത് ഉണ്ടെന്നൊരു വിശകലനം, ഒരു പ്രാഥമികമായ ഒരു വിശകലനം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുത്ത് അതിന് മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചു അദ്ദേഹം, വളരെ മുമ്പ് തന്നെ. കാരണം അതിന് മുമ്പ് പ്രചരണം ആരംഭിച്ച് നല്ല പറയേണ്ടത് കഴിഞ്ഞ 5 വർഷം പുള്ളി അവിടെ തന്നെയാണ്, പ്രവർത്തനങ്ങളുടെ സജീവമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൂടെ വിലയിരുത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേസമയത്ത് എനിക്ക് വേറെ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് BJPയുടെ താഴെത്തട്ടിലുള്ള മിഷനറി അവിടെ സൈലൻ്റ് ആയിരുന്നു പല സ്ഥലത്ത്. അത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവരുടെ ആഭ്യന്തര കാര്യമാണ്, നമ്മൾ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവിടെ സുരേഷ് ഗോപിയെ പോലൊരാൾ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഉള്ള സാധ്യത അവർ വളരെ പിന്നോക്കമായിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ പക്ഷേ അത് മുന്നേറിയിട്ടുണ്ട്, കാര്യങ്ങൾ നേതൃത്വമൊക്കെ ഇടപെട്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും സ്ത്രീകളുടെയും യുവജനങ്ങളുടെ ഇടയിൽ സുരേഷ് ഗോപി സ്വീകാര്യനാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇത്തവണ വന്നുകൂടാ എന്നാണ് ചോദിക്കുന്നത്. വന്നാൽ എന്ത്, അദ്ദേഹം ഒന്ന് വരട്ടെ. അദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമാണ്. എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നു. ഇപ്പോൾ കരുവന്നൂരിൻ്റെ മറ്റേ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേസായാലും ഒക്കെ അവിടെ ജാഥ നയിക്കുക, ആളുകളെ കൂട്ടിക്കൊണ്ട് പോയി, അതൊക്കെ വളരെ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ UDF പോലും കാര്യമായിട്ട് ഒരു ചലനം ആ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആളുകൾ അവിടെ പോയി സത്യാഗ്രഹ രീതിയൊക്കെ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ UDF പോലും വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിച്ചില്ല. അവിടെയാണ് ഇദ്ദേഹം അതൊക്കെ കവർ ചെയ്ത് ഏറ്റെടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവിടെ മുരളീധരൻ്റെ വരവോടുകൂടി അത്ര ഈസി അല്ല എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപക്ഷെ കെ മുരളീധരൻ അല്ലായിരുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥി എങ്കിൽ സുരേഷ് ഗോപി 100% ഈസി ആയിട്ട് ജയിച്ചു. നിസ്സാര വാക്കവറല്ല. അപ്പോൾ പിന്നെ മുരളീധരൻ്റെ വരവ് UDF എടുത്ത നല്ല തീരുമാനങ്ങളിലൊന്ന്, ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ UDF എടുത്ത ഏക നല്ല കാര്യമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ മുരളീധരനെ കാൻഡിഡേറ്റ് ആക്കിയത്. കാരണം അവിടെ മുരളീധരൻ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെയല്ല. പക്ഷേ പത്മജ പോയി നിൽക്കുന്ന സമയം കൂടെ, പത്മജ കോൺഗ്രസിൽ നിന്ന് പോയിരിക്കുന്നു, BJP ചേക്കേറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഡാമേജ് തന്നെ UDFന് വന്ന് നിന്ന സമയത്താണ് UDF ഈ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത്. ഒരു നല്ല തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈസി എന്നുള്ളത് തന്നെയല്ല. സുനിൽകുമാർ മോശം സ്ഥാനാർത്ഥിയല്ല, നല്ല കാൻഡിഡേറ്റാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് സുനിയേട്ടൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അതൊക്കെ ഒരു ഫാക്ടറാണ്, അതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. അപ്പം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല മത്സരം, നല്ല ഫൈറ്റ് തൃശ്ശൂരാണ്. അവിടെയും ചെറിയ മാർജിനിൽ സുരേഷ് ഗോപിക്കാണ് ചാനൽ 91 ന്യൂസ് വിജയസാധ്യത ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മൾ നേരെ വരുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളം ഹൈബി ഈഡനാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP. KJ ഷൈൻ ടീച്ചറാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. ഡോക്ടർ C രാധാകൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. നമ്മുടെ ഈ ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഹൈബി ഈഡൻ നല്ല മാർജിനിൽ ജയിക്കും എന്നതാണ്. ഹൈബി ഈഡൻ നല്ല മാർജിനിൽ ജയിക്കും എന്നത് ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഇത്തിരി കുറയ്ക്കണം. അതിന്റെ കാരണം ഇത് നമ്മുടേതല്ല, ഇത് പാർട്ടികൾ എനിക്ക് തോന്നുന്നത് എറണാകുളത്തെ സംബന്ധിച്ച് നമ്മൾ എറണാകുളത്ത് ഉള്ളവരാണല്ലോ. എറണാകുളത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ കണ്ടവരാണ്. അപ്പോൾ ഇവിടെ ഹൈബി ഈഡൻ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സർവേ റിപ്പോർട്ട് ജയിക്കും. വലിയ വിപ്ലവം ഉണ്ടായ മണ്ണാണ് എറണാകുളത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം. ഇപ്പോൾ KV തോമസ് മത്സരിച്ച സമയത്ത് സിന്ധു ജോയിയെ കൊണ്ട് കാൻഡിഡേറ്റ്, സിന്ധു ജോയി അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. കേരള രാഷ്ട്രീയത്തിൽ
SFIയിലൂടെ വളർന്നു വന്ന് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിന്ധു ജോയി വരുന്നത്. പക്ഷേ സിന്ധു ജോയിയുടെ മുന്നോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ പ്രൊഫസർ കെ വി തോമസ് തന്നെ ഒന്ന് പതറി. അതുപോലെ അദ്ദേഹം ഓടേണ്ടി വന്നു. അത് ഈസി ആയിട്ട് ജയിക്കാം, സഭയുടെ സാന്നിധ്യം ഒക്കെ ഇവിടെ UDF അനുകൂലമാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ നന്നായിട്ട് കിടന്ന് ഓടേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം കയറി വന്നു. ഓക്കെ, അത് ശരിയാണ്. ഇവിടെ ഇത്തവണത്തെ മത്സരത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥി കണ്ണന്താനമായിരുന്നു. അതെ, ഓക്കെ, 2019. ഇപ്പോൾ വന്നിരിക്കുന്നത് KS രാധാകൃഷ്ണൻ. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോയിട്ട് 2 ലക്ഷത്തി ചില്ലുവാൻ വോട്ട് നേടി തിരിച്ചു. ഇത് അദ്ദേഹം നാടോട് കൂടിയാണ്. അദ്ദേഹം വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, PSCയുടെ ചെയർമാനായിരുന്നു, എഴുത്തുകാരനാണ്, കവിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അങ്ങനെ വിവിധ തുറകളിൽ, പ്രത്യേകിച്ച് ധീവര സമുദായ അംഗം കൂടിയാണ്. ധീവര സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് എറണാകുളം. എന്ന് പറഞ്ഞാൽ വൈപ്പിൻ, പറവൂര്, തൃപ്പൂണിത്തുറ ഒക്കെ ധീവര സമുദായത്തിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകും. ഇവിടെ ഉണ്ട് ഒരു പരിധി. എന്ന് പറഞ്ഞാൽ ധീവരെല്ലാവരും കൂടെ കൂടി പോയി KS രാധാകൃഷ്ണൻ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഒരു സ്വാധീനം. കാരണം ധീവരസഭയ്ക്ക് അവരുടെ സമുദായം എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മാർജിൻ രാധാകൃഷ്ണൻ പിടിക്കും. അതിനകത്ത് കോൺഗ്രസ് വോട്ടുകൾ ചോർച്ചയുണ്ടാവും. പിന്നെ ഷൈൻ ടീച്ചർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. ഷൈൻ ടീച്ചർ ആദ്യം വന്ന സമയത്ത് വലിയ സുപരിചിതയൊന്നും ആയിരുന്നില്ല, നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഇവിടെ സംസാരിച്ചു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 3 ടൈം ബാക്കിലോട്ട് നോക്കിയാൽ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണ് എറണാകുളത്ത് ഇത്തവണ മുന്നോട്ട് നീക്കുന്നത്. ശരിയാണ്, കറക്റ്റ് സിസ്റ്റം കറക്റ്റായിട്ട് പോകുന്നു. വ്യത്യാസം. അപ്പോൾ അവർ ആദ്യം ഈ പോസ്റ്ററൊക്കെ അടിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ് എന്ത് പോസ്റ്റർ അടിച്ചെന്നൊക്കെ പറഞ്ഞാണ്. പോസ്റ്ററൊക്കെ ഹൈവേയുടെ അടുത്തൊക്കെ തമ്മിൻ്റെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു നല്ല ചിട്ടയോടുകൂടിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം LDFിൻ്റെ ഭാഗത്ത് സമീപ കാലങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് കൊണ്ട് ഹൈബി ഈഡൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഗ്രാഫ് താഴേക്കായിരിക്കുമെന്നാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് വിലയിരുത്താൻ പറ്റും. ഇതൊരു രാഷ്ട്രീയ വിശദീകരണം കൂടിയാണ്. സർവേ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാറിൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി. അതെ. ചാലക്കുടി ബെന്നി ബെഹനാൻ സിറ്റിംഗ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. C രവീന്ദ്രനാഥാണ് CPM-ന് വേണ്ടി അവിടെ എത്തുന്നത്. KK ഉണ്ണികൃഷ്ണൻ BDJS-ലാണ് അവിടെ സ്ഥാനാർത്ഥിത്വം BJP നൽകിയിരിക്കുന്നത്. അതെ സർ, ചാലക്കുടിയിലെ സർവേ ഫലം അനുസരിച്ച് UDFിൻ്റെ ബെന്നി ബെഹനാൻ ആണ് വിജയ സാധ്യത. തീർച്ചയായിട്ടും. അതിനകത്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, നല്ലൊരു മിനിസ്റ്ററായിരുന്നു, നല്ല മനുഷ്യനാണ്, വ്യക്തിപരമായ നല്ല മനുഷ്യനാണ്, നല്ലൊരു അധ്യാപകനാണ്. വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊക്കെ പറയേണ്ടി വരും. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കുകയും നല്ല രീതിയിൽ അടുത്ത കാലത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ മുണ്ടശ്ശേരിയോട് പിന്നെ ചേർത്ത് വെക്കാൻ പറ്റില്ലെങ്കിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളം ചർച്ച ചെയ്തു, വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം കേരളം ചർച്ച ചെയ്തു പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യപ്പെടണം. കാരണം പഠിക്കുന്നത് അവരാണല്ലോ. അവരുടെ ഇടയിൽ ഒരു സ്വാധീനം കൊണ്ടുവന്ന കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷം മുമ്പോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിനിടയിൽ കണ്ട ഒരു നല്ലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ബെന്നി ബെഹനാനെ കവർ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ മുന്നേറാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ BJPയുടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. അതുവരും കുറച്ച് വോട്ട് പിടിക്കുമെന്നല്ലാതെ അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ബെന്നി ബെഹനാൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത, യാതൊരു തർക്കവുമില്ല. ഇനി നമുക്ക് വരേണ്ടത് നമ്മുടെ ഇടുക്കി മണ്ഡലമാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ജോയ്സ് ജോർജ് CPM-ന് വേണ്ടി, സംഗീത വിശ്വനാഥൻ BDJS BJPയുടെ BDJS വിഭാഗമാണ് മത്സരിക്കുന്നത്. സർവേ ഫലം അനുസരിച്ച് ജോയ്സ് ജോർജ് CPM അവിടെ വിജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഇടുക്കിയിലെ സർവേ ഫലം പറയുന്നത്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിജയ സാധ്യത? ഡീൻ കുര്യാക്കോസ് എങ്ങനെയാണ് പുറകോട്ട് പോകുന്നത്? ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് അവസാന ലാപ്പിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഡീൻ കുര്യാക്കോസ് അവിടെ വിജയിച്ചു വരേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം അയാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ അടിയൊഴുക്കുകൾ വരുന്നത് ഈ ജോയ്സ് ജോർജ് കുറച്ച് സ്വാധീനമുണ്ട്. സഭയുമായിട്ടൊക്കെ കുറച്ച് അടുത്ത ബന്ധങ്ങളൊക്കെ പുലർത്തുന്ന ആളാണ്. പിന്നെ തോട്ടം തൊഴിലാളി മേഖലയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം അങ്ങനൊരു സർവേ ഫലം താഴെ തട്ടിൽ നിന്ന് ലഭിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്നിരുന്നാലും അതൊരു അത്ഭുതകരമായ ഒരു വിജയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, അടുത്ത് നമ്മൾ വരുന്നത് ഈ കേരള കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന ഒരു കോട്ടയം ജില്ലയിൽ നിന്നാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അച്ചായന്മാരുടെ ഒരു രാഷ്ട്രീയം വളരെ പ്രബലമായിട്ടുള്ള കോട്ടയം. തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സിറ്റിംഗ് എം പി LDF. അവിടെ ഫ്രാൻസിസ് ജോർജാണ് കേരള കോൺഗ്രസിന് വേണ്ടി UDF സ്ഥാനാർത്ഥി. PJ ജോസഫ് കേരള കോൺഗ്രസ്. അതെ. അവിടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, തുഷാർ വെള്ളാപ്പള്ളി BDJSന് വേണ്ടി അവിടെ മത്സരിക്കുന്നു. ഇവിടെ നമ്മുടെ ഒരു സർവേ ഫലം ഫ്രാൻസിസ് ജോർജ് വിജയിക്കും എന്നുള്ളതാണ്. ആ സർവേ ഫലം തെറ്റാൻ സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തോമസ് ചാഴിക്കാടൻ സിറ്റിംഗ് MP ആണ്, അതൊക്കെ ശരി. പക്ഷേ അവിടെ അടിയൊഴുക്കുകൾ UDFന് അനുകൂലമാണ്. ഇപ്പോൾ UDFന് ചെറിയൊരു പരിക്ക് ഏൽപ്പിച്ചുകൊണ്ട് PJ ജോസഫിൻ്റെ ആളും UDFൻ്റെ അവിടുത്തെ ജില്ലാ കൺവീനറും ആയിട്ടുള്ള ആൾ പാർട്ടിയൊക്കെ മാറി രാജിവെച്ച് പോയിട്ടുണ്ട്. എന്നിരുന്നാലും UDFന് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരാൾ, ആ ഒരു വികാരം, കേരള കോൺഗ്രസ്സിൽ വളരെ പ്രഗത്ഭനായ കേരള കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം തന്നെയല്ല, ഈ ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ളവർ UDF പക്ഷത്ത് നിന്ന ആളുകളാണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് ചാടിപ്പോയത്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ LDF പക്ഷത്തേക്ക് പോയതിൽ അസ്വസ്ഥതയുള്ള ധാരാളം കേരള കോൺഗ്രസ്സുകാരുണ്ട്. ഈ കേരള കോൺഗ്രസ് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറം ഒരു വികാരമാണത്. അല്ല, വളരുന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണത്. അപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലുള്ള ഒരു വികാരം, വൈകാരികമായ ഒരു അടുപ്പമാണ് ഈ കേരള കോൺഗ്രസ്സുകളെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഏത് കഷ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇവർ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരത്തിനുള്ളിൽ തന്നെ നിലനിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പൊതുവായി നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ തുഷാർ വെള്ളാപ്പള്ളി വന്നതോടുകൂടി ഈഴവ വോട്ടുകളിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ, വൈക്കം പോലെയുള്ള മണ്ഡലങ്ങളിൽ കുറച്ച് ഈഴവ വോട്ടുകളെ സ്വാധീനിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിക്കും. അത് രണ്ട് മുന്നണിക്കും ഇടഭാഗത്തുനിന്നും പോകും. LDFൻ്റെ ഭാഗത്തുനിന്നും പോകും, UDFൻ്റെ ഭാഗത്തുനിന്നും പോകും. എന്നിരുന്നാലും ഫ്രാൻസിസ് ജോർജ് ജയിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പോൾ നിലവിൽ കാണുന്നത്. സർവേ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ശരി സാർ, നമുക്കിനി ഏറെ പ്രത്യേകതകളുള്ള അതിശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് വരേണ്ടത്. ആലപ്പുഴ. AM ആരിഫ് സിറ്റിംഗ് MP CPMന് വേണ്ടി, KC വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി, ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു സർവേ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും പങ്കുവയ്ക്കാം പ്രിയ പ്രേക്ഷകരോടൊപ്പം. ഈ AM ആരിഫ് സിറ്റിംഗ് MPക്കും KC വേണുഗോപാലിനും തുല്യ ശതമാനം വോട്ടുകളാണ് ലഭ്യമായിരിക്കുന്നത്. ശരി. ആദ്യമായാണ് നമ്മുടെ ഒരു സർവേയിൽ അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനം വന്നിരിക്കുന്നത്. സമാസമം വന്നിരിക്കുന്നു. തുല്യ ശക്തികളായി വന്നിരിക്കുന്നു. എത്രത്തോളം ശരിയായിരിക്കും? എനിക്ക് തോന്നുന്നത് ശരി തന്നെയായിരിക്കും. കാരണം അത് അങ്ങനെ വരാൻ കാരണം ശോഭാ സുരേന്ദ്രൻ്റെ എൻട്രിയാണ്. തീർച്ചയായും. ശോഭാ സുരേന്ദ്രൻ, ചില ആളുകൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ചരിത്രം വഴിമാറുന്നു എന്ന് പറയുന്ന പോലെ, ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ പോയി മത്സരിച്ചപ്പോഴത്തേക്ക് അവിടെ കരുത്തനായ സമ്പത്തിനെ മലർത്തിയടിച്ച് അവിടെ ഏകദേശം 2 ലക്ഷം ചിലോനം വോട്ട് 2.5 ലക്ഷം വോട്ടോളം പിടിച്ചിട്ടാണ് വന്നത്. ആ വോട്ടാണ് KC വേണുഗോപാലൻ്റെ ഈസി വിജയത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. ഇവിടെ അല്ലെ KC വേണുഗോപാൽ ജയിക്കണമെന്നല്ല, KC വേണുഗോപാലിൻ്റെ വിജയം അവിടെ ഉറപ്പിക്കുന്ന മണ്ഡലമാണ്. അതിന് കാരണം KC വേണുഗോപാൽ നിരവധി തവണ MLA ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാൽ രാഷ്ട്രീയ ചാണക്യനാണ്. അവിടെ ആരിഫിനൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ആ സൂത്രമൊന്നും അത് എല്ലാ അടിതടയും പഠിച്ച ഒരു നേതാവാണ് KC വേണുഗോപാൽ. എല്ലാ സൂത്രവും ദേശീയ തലത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യത വളരെ കൂടുതലായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച സീറ്റാണ്. കോൺഗ്രസിൻ്റെ ഇടയിൽ കുറച്ച് സാരസ്യങ്ങളൊക്കെ ഷാനിമോൾ വിജയിക്കേണ്ടതായിരുന്നു. ചെറിയ മാർജിനിൽ അരൂർ ഭാഗത്ത് വന്നപ്പോഴാണ് ആരിഫ് കയറി വരുന്നത്. അതുവരെ ഷാനിമോളാണ് മറ്റ് 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഷാനിമോൾ ലീഡ് ചെയ്ത് വരുന്നു. അരൂർ മണ്ഡലത്തിൽ വന്നപ്പോൾ മാത്രമാണ് ആരിഫ് മുന്നിൽ കയറി വിജയം സുനിശ്ചിതമാക്കുന്നത്. അത് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില അടിയൊഴുക്കുകൾ ആണെന്ന് അന്ന് ആക്ഷേപവും ആരോപണമൊക്കെ വരുന്ന ഒരു സാഹചര്യം. പക്ഷേ വേണുഗോപാൽ വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി. ഒരു നല്ല അന്തരീക്ഷത്തിലേക്കാണ് വന്നത്. ആരിഫിൻ്റെ പരാജയം, ആരിഫ് നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ മണ്ഡലം നോക്കിയിരുന്ന ആളാണ്. പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം നന്നായിട്ട് CAA ഒക്കെ വന്ന സമയത്ത് മുസ്ലിം ലീഗിനെക്കാട്ടി കൂടുതലായിട്ട് സംസാരിച്ച ആളാണ്.
പൗരത്വ നിയമത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്വാധീനം മുസ്ലിം സമുദായത്തിനിടയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ആൾ തന്നെയാണ്. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ തുല്യമായിട്ട് വന്നിരിക്കുന്നു. അതൊരു അത്ഭുതം. എന്തായാലും പറയാൻ പറ്റില്ല ഇവർ രണ്ടിൽ ആരെന്ന് പറയാൻ പറ്റാത്ത, ഒന്നുകിൽ ആരിഫ് അല്ലെങ്കിൽ വേണുഗോപാൽ, അങ്ങനെ പറഞ്ഞു വയ്ക്കാം. ആലപ്പുഴയിൽ നമ്മൾ നേരെ എത്തുന്നത് മാവേലിക്കരയിലാണ്. ഓക്കെ. മാവേലിക്കരയിൽ സിറ്റിംഗ് എം പിയായ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന് വേണ്ടി, CA അരുൺകുമാർ CPIക്ക് വേണ്ടി, ബൈജു കലാശാല BDJSന് വേണ്ടി. സംവരണ മണ്ഡലമാണ്. ഓക്കെ. വിജയം ആർക്കാ പറയുന്നത്? വിജയം നമ്മുടെ സർവേ പ്രകാരം CA അരുൺകുമാർ CPI അവിടെ വിജയിക്കുമെന്നുള്ളതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. വലിയ മാർജിനുകളൊന്നും പറയുന്നില്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ CA അരുൺകുമാർ CPI പരാജയപ്പെടുത്തുമെന്നുള്ളതാണ് സർവേ ഫലം. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? ഞാൻ 2 പ്രാവശ്യം മാവേലിക്കര മണ്ഡലത്തിലൂടെ യാത്ര ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് കൊടിക്കുന്നിൽ ഈ പ്രാവശ്യം റെസ്റ്റ് എടുക്കണം. അങ്ങനെയുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് എൻ്റെ ചെവി കേട്ടു. ഓട്ടോ സ്റ്റാൻഡിലും ഒട്ടും സജീവമല്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഒക്കെ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു സംസാരം കേട്ടത് അരുൺകുമാറിന് സാധ്യത കൂടുതലാണ്. സർവേ ഫലം കറക്റ്റ് തന്നെയാണ്. കാരണം അരുൺകുമാർ യൂത്തിനിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ എന്നൊരു മുഖം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പി പ്രസാദിൻ്റെ ബന്ധു, നമ്മുടെ മിനിസ്റ്റർ പ്രസാദിൻ്റെ ബന്ധു കൂടെ കൂടിയാണ് അദ്ദേഹം. അതെ അതെ. അപ്പോൾ പി പ്രസാദിൻ്റെ കൂടെ അവിടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ കാര്യം PA ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളോട് കൂടിയാണ്. എന്തായാലും അരുൺകുമാറിനെ പോലൊരാൾ വിജയിക്കണമെന്ന് മാവേലിക്കര മണ്ഡലം ആഗ്രഹിക്കുന്നു എന്നാണ്. അത് ആഗ്രഹിക്കുന്നത് തെറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സർവേ ഫലത്തിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അരുൺകുമാർ ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അവിടെ നിന്ന് നേരെ പത്തനംതിട്ടയിൽ എത്തി നിൽക്കുകയാണ്. പത്തനംതിട്ടയിലും ചില പ്രത്യേകതകളുണ്ട്, അറിയാമല്ലോ. ആൻറ്റോ ആൻ്റണി ആണ് കോൺഗ്രസിന് വേണ്ടി, തോമസ് ഐസക്ക് CPMന് വേണ്ടി എത്തുന്നു, അനിൽ ആൻ്റണി BJPക്ക് വേണ്ടി എത്തുന്നുണ്ട്. സാർ, ഇവിടുത്തെ സർവേ ഫലം ആദ്യമേ തന്നെ പറയാം. ആൻറ്റോ ആൻ്റണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതാണ് സർവേ ഫലം. അവിടെ ഈ AK ആൻ്റണിയുടെ മകൻ ഇപ്പോൾ അച്ഛനെ തന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥയൊക്കെ എത്തിയിരിക്കുകയാണ്. അതെ. പത്തനംതിട്ടയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആൻറ്റോ ആൻ്റണിക്കാണ് ജയസാധ്യത കൂടുതൽ നമ്മൾ പറയേണ്ടി വരും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മണ്ഡലത്തിലുണ്ട്. അവിടെ ഞാൻ 2 പ്രാവശ്യം യാത്ര ചെയ്താണ് ആ മണ്ഡലത്തിലൂടെ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും അവിടെ നിഴലിക്കുന്നുണ്ട് പത്തനംതിട്ടയെ സംബന്ധിച്ച് ആൻറ്റോ ആൻ്റണിക്കെതിരായിട്ട്. പക്ഷേ മുൻതൂക്കം ആൻറ്റോ ആൻ്റണിക്ക് വരികയുള്ളൂ. കാരണം അങ്ങനെ ഒരു മണ്ഡലമാണത്. പിന്നെ അനിൽ ആൻ്റണി വന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വലിയ ഒന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. വലിയ അട്ടിമറിയോ വലിയ മഹാ അത്ഭുതമോ ഒന്നും നടക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ പിടിച്ച വോട്ടിനെക്കാട്ടിൽ ഒരു ചെറിയ മാർജിനോടെ ചിലപ്പോൾ പിടിക്കുമായിരിക്കും വന്നേക്കും. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ആൻറ്റോ ആൻ്റണി ജയിക്കാനാണ് സാധ്യത. മണിയാശാൻ ഇടയ്ക്ക് വരുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. മണിയാശാനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു പടക്കം പൊട്ടിക്കും എന്തെങ്കിലുമൊക്കെ. അത് പിന്നെ വിവാദവും ചർച്ചയാവും. തോമസ് ഐസക്കിനെ സംബന്ധിച്ച് തോമസ് ഐസക്ക് ആകെ വിഷമത്തില്ല. ഹൈക്കോടതിയും പറഞ്ഞിരിക്കുക അദ്ദേഹത്തെ വിഷമിപ്പിക്കില്ലെന്ന്. തോമസ് ഐസക്ക് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശം. കാരണം എനിക്ക് തോന്നുന്നു തോമസ് ഐസക്ക് 3ാം സ്ഥാനത്ത് പോകുമെന്നുള്ള സംശയം നമ്മൾ സംശയിക്കേണ്ടി. എല്ലാവരും അദ്ദേഹത്തിന് പറയുന്നതിൽ വിഷമം തോന്നുന്നു സാർ. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ പോലും പലരും ഈ കോഴിക്കള്ള എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു LDFന് ഇടതുപക്ഷ മുന്നണിക്ക് പറ്റിയ ഒരു അബദ്ധമാണോ ആ ഒരു സ്ഥാനാർത്ഥിത്വം നിന്ന് പോലും നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംശയിക്കേണ്ടി വല്ലാത്ത ഒരു പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് യാത്ര. അവിടെ ആന്റണി തന്നെ ജയിക്കും. രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഏറ്റവും കൊല്ലം മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. NK പ്രേമചന്ദ്രൻ RSP സ്ഥാനാർത്ഥി, മുകേഷ് CPM സ്ഥാനാർത്ഥി, കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി. ഈ കൊല്ലം മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ ഇത് 3ാമത് തവണയാണ്. 3ാം തവണയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 1 ലക്ഷത്തി വോട്ടിന് പരം. അതെ, 51% വോട്ട് പോൾ ചെയ്തതിൻ്റെ 50% വോട്ട് നേടിയ ഒരു മണ്ഡലമാണ്. സാർ, ഇനി സർവേ ഫലം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇത്തവണയും NK പ്രേമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമായി സർവേ ഫലം പറയുന്നു കൊല്ലം. പക്ഷേ മാർജിൻ വളരെ കുറവായിരിക്കും എന്നുള്ളത് അത് മറ്റൊരു. അത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വരവോടുകൂടിയല്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രേമചന്ദ്രൻ ജയിച്ചു. മുകേഷാണ് സ്ഥാനാർത്ഥി. വളരെ ക്ലിയർ.
ക്ലിയറായി. അതെന്താണെന്ന് അറിയില്ലത്. അതങ്ങനെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടെത്തിയത് എന്ത് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് എപ്പോഴും സംശയം തോന്നുന്നു. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, മറ്റ് പാർട്ടി സമ്മേളനങ്ങളായിക്കോട്ടെ, എന്തായാലും എന്ത് ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതെ, മറ്റു പാർട്ടികളെ പോലെ ഒന്നുമല്ല, BJP പോലും അല്ല. വളരെ മുന്നോട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അവിടെ ഒരു പാളിച്ച പാർട്ടിക്ക് പറ്റിയൊന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയോന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതങ്ങോട്ട് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നൊരു ധാരണയായിരുന്നു ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൃഷ്ണകുമാർ, BJPയുടെ കൃഷ്ണകുമാറിൻ്റെ വരവോടുകൂടി യുവജനങ്ങളുടെ ഇടയിൽ ഒരു സിനിമാ താരമാണ്. നമ്മുടെ മുകേഷിനെ കണ്ട് ഇപ്പം കൊല്ലംകാർക്ക് വലിയ പുതുമയൊന്നുമില്ല. സിനിമാ താരം ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ വലിയ ആരാധനയും വലിയ ആൾക്കൂട്ടമൊക്കെ ആയിരുന്നു മുകേഷിൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം മുകേഷിനെ അങ്ങനെയൊന്നും ആളുകൾ സിനിമാ താരം എന്ന് പറയുന്ന ഒരു താരപരിവേഷത്തോട് കാണുന്നൊന്നുമില്ല. അത് മാത്രമല്ല സാർ, വ്യക്തിപരമായ ഒരു മൈനസ് പറയുകയല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ ഈ പൊതുജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് പാളിച്ച, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലുണ്ടായ ഇതെല്ലാം ജനങ്ങൾ കൊല്ലത്തെ ഒരു വികാരം അറിയാം. പപ്പടത്തിന് വേണ്ടി തല്ലുകൂടുന്ന സ്ഥലമാണ്. അതെ. അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ വരവോടുകൂടി കൃഷ്ണകുമാർ നല്ല ശതമാനം വോട്ട് പിടിക്കൂടെ. തീർച്ചയായും BJPയുടെ സ്ഥാനാർത്ഥി. BJPക്ക് ഒരു വലിയ സ്വാധീനമുള്ള മണ്ഡലമൊന്നും അല്ല കൊല്ലം മണ്ഡലം. എന്നിരുന്നാലും അവിടെ ഉണ്ട് ഒരു പ്രശ്നം വരുന്നത്, ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. RSSന് കുറച്ച് സ്വാധീനം ചില മേഖലകളിൽ ശക്തമായ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട്, കാരണം ആ സ്വാധീനമൊക്കെ ഈ RSSും BJPക്കും ഒക്കെയുള്ള BJP പ്രവർത്തകരൊക്കെ പ്രേമേന്ദ്രനോട് കുറച്ച് വ്യക്തിപരമായ താല്പര്യമുള്ള ആളുകളാണ്. കൂടുതലും ആ ഒരു ഫാക്ട് കൂടെ ഉണ്ട് അവിടെ. അവർ കുറച്ച് പേര് നിഷ്പക്ഷമായിട്ട് വലിയ പിന്നെ ശക്തമായ പാർട്ടി അണിയല്ലാത്ത ആളുകൾ, ഉറച്ച അണികളല്ലാത്ത അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ പ്രേമേന്ദ്രനോടൊപ്പം വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇപ്രാവശ്യം കൃഷ്ണകുമാറിലേക്ക് വരും എന്നതുകൊണ്ട് കൃഷ്ണകുമാർ നല്ല വോട്ട് പിടിക്കും എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. എന്നാലും പ്രേമേന്ദ്രൻ്റെ ജയത്തിനെ അത് ബാധിക്കില്ല. എന്നിരുന്നാൽ പോലും മാർജിൻ ഭൂരിപക്ഷം ഈ 52% വോട്ട് എന്നൊക്കെ പറഞ്ഞത് താഴേക്ക് വരും സാധ്യത. അപ്പോൾ അത് കൊല്ലവും അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അതെ. ആറ്റിങ്ങൽ, അതിനിടയിൽ ആറ്റിങ്ങൽ മണ്ഡലമുണ്ട്. ആറ്റിങ്ങൽ അടൂർ പ്രകാശാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്. വി ജോയ് CPM MLA കൂടിയാണ്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് BJP. അതായത് ഒരു MPയും ഒരു കേന്ദ്രമന്ത്രിയും ഒരു MLAയും മത്സരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം. സാർ, ഇവിടുത്തെ സർവേ ഫലം പറയുന്നത് CPMലെ വി ജോയ് വിജയിക്കുമെന്നാണ്. അതായത് അടൂർ പ്രകാശ് പരാജയപ്പെടുമെന്നും വി മുരളീധരൻ അടൂർ പ്രകാശും പരാജയപ്പെടുത്തി വി ജോയ് വിജയിക്കുമെന്നാണ് പറയുന്നത്. സർവേ ഫലം പറയുന്നത്. സർവേ ഫലം അങ്ങനെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് നമ്മൾ നടത്തിയ ചില ചർച്ചകളിൽ നമ്മൾ അടൂർ പ്രകാശിൻ്റെ സാധ്യതയാണ് മുന്നിൽ കണ്ടത്. പക്ഷേ പ്രചരണം മുന്നോട്ട് പോകും തോറും അതിനോടൊപ്പം മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് സജീവമായപ്പോഴേക്കും, മണ്ഡലം നിറഞ്ഞപ്പോഴേക്കും ചിത്രം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർവേ ഫലം പറയുന്നത് കറക്റ്റ് തന്നെ ആകാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജോയി ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എന്നുള്ളതല്ല. അടൂർ പ്രകാശിനും വി ജോയിയും തമ്മിൽ നോക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം അടൂർ പ്രകാശിനോട് കുറച്ച് കൂടുതലുണ്ട്. കാരണം അടൂർ പ്രകാശ് സിമ്പിളാണ്, ആരുടെയും തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ള ആൾ. എൻ്റെ നാട്ടുകാരനാണ്, എനിക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുരളീധരൻ്റെ പ്രവർത്തനങ്ങളും മുരളീധരൻ രണ്ടും കൽപ്പിച്ചു. കാരണം 2.5 ലക്ഷം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ശോഭാ സുരേന്ദ്രൻ പിടിച്ച സീറ്റിലാണ് മുരളീധരൻ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് BJPയിൽ ചില കെമിസ്ട്രി ഉണ്ടല്ലോ, ഇവർ തമ്മിലൊക്കെ ഉള്ള ചില സംഗതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ മുകളിൽ കവർ ചെയ്യേണ്ടത്, ഈ 2 ലക്ഷത്തിന് മുകളിൽ പോകേണ്ടത് ആവശ്യമാർക്ക് മുരളീധരനാണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയോട് കൂടിയാണ്, ഉണ്ട് മണ്ഡലത്തിലുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വരവ്, ആ ചോർച്ച ഉണ്ടാകാൻ പോകുന്നത് UDFന്റെ വോട്ടിൽ നിന്നായിരിക്കും കൂടുതലും ചോർച്ച. അതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു സർവേ ഫലം വരാൻ കാരണം. നമ്മുടെ നേരെ അനന്തപുരിയിലേക്ക് എത്താം. തലസ്ഥാന മണ്ഡലം, ഏറെ പ്രത്യേകതയുള്ള മണ്ഡലം, എങ്ങും ഉറച്ചു നിൽക്കാത്ത മണ്ഡലം. അവിടെ സർ ശശി തരൂർ, വിശ്വപൗരൻ എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം മന്ത്രിയാണ്. പന്ന്യൻ രവീന്ദ്രൻ CPI, ഏറ്റവും ജനകീയനായ ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയക്കാരൻ, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ സർവേ ഫലം പറയുന്നത് BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നേരിയ മാർജിനിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ നമ്മുടെ
മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾക്ക്, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കുമ്മനം രാജശേഖരനായിരുന്നു BJP സ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തിയത്. അവസാന ലാപ്പിലാണ്, അവസാന വോട്ടുകൾ എണ്ണുന്ന സാഹചര്യത്തിലാണ് ശശി തരൂർ മുന്നിൽ കയറുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ ആ പൊഴിയൂർ ഭാഗം, കോവളം, വിഴിഞ്ഞം ഭാഗത്തൊക്കെ വോട്ടുകൾ വന്നപ്പോഴാണ് ശശി തരൂർ കയറി വന്നത്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അദ്ദേഹം വിജയിച്ച് കഴിഞ്ഞ് മണ്ഡലത്തിൽ അത്രയും അദ്ദേഹം സജീവമല്ല എന്നൊരു അഭിപ്രായം, ഓഫീസ് പോലും സജീവമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നൊരു ആക്ഷേപം ഒക്കെ അവിടെ നിലനിൽക്കുന്നു. സാധാരണ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈടെക് തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണത്. രണ്ട് മുന്നണി പന്നിൻ്റെ രവീന്ദ്രൻ പാവം എന്ന് പറഞ്ഞാൽ ഹൈടെക്കാണ്. അവിടുത്തെ പ്രചരണം മുഴുവൻ ഹൈടെക്കാണ്. നൂതന സാങ്കേതിക വിദ്യ, ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് പോകുക. കാരണം ശശി തരൂർ അതിന് മോശമല്ല, തന്നെയല്ല രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ ആളാണ് താൻ. അദ്ദേഹം കമ്പ്യൂട്ടർ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ഇത് രണ്ടും കൂടെ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ രണ്ട് ഹൈടെക്കുകൾ തമ്മിൽ കിടന്നുള്ള ഏറ്റുമുട്ടലാണ് പ്രധാനമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചില നെഗറ്റീവ്സുകൾ ഇപ്പുറത്ത് ശശി തരൂരിന് എതിരായിട്ടുള്ള ഫാക്ടർ ഉണ്ട്. അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്, പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കും. പിന്നെ അവിടെ കുറച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് കുറച്ച് ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗം ഉണ്ട്. അവരെയൊക്കെ കുറച്ച് സ്വാധീനിക്കാൻ BJPക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തരൂരിൻ്റെ വിജയവും ആ മേഖലയിൽ നിന്നായിരുന്നു ഓർമ്മ വേണം. ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിനെതിരായിട്ട് സഭയൊക്കെ സമരം ചെയ്തുവെങ്കിലും ധാരാളം ആളുകൾ ആ തുറമുഖത്തിൻ്റെ വരവോടുകൂടി ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ധാരാളം ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് CPM-നോട് ഒരു എതിർപ്പും ആ ഭാഗത്ത് വളരെ ശക്തമായിട്ടുണ്ട്. തന്നെയല്ല, പന്നിയൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, സാധുവാണ്, കേരള രാഷ്ട്രീയത്തിൽ റിയൽ കമ്മ്യൂണിസ്റ്റാണ്, കേരള രാഷ്ട്രീയത്തിൽ കറവുരലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് പന്നിയൻ രവീന്ദ്രൻ. പക്ഷേ ഈ രണ്ടുപേരുടെ അടുത്ത് പിടിച്ചു നിൽക്കാനുള്ള ത്രാണി അദ്ദേഹത്തിനുണ്ടോ ഇല്ലെന്നുള്ളതാണ് അവിടെ പാർട്ടി സംവിധാനം എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് നേരിയ മാർജിനോടുകൂടി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ രാജകുടുംബത്തിൻ്റെ വലിയൊരു പിന്തുണ രാജീവ് ചന്ദ്രശേഖരൻ്റെ അനുകൂലമായിട്ട് വോട്ടായി മാറും, ഫാക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നമ്മൾ തള്ളി പറയാൻ പറ്റില്ല. സാർ, 20 മണ്ഡലങ്ങളും നമ്മുടെ ഈ ചർച്ചയിൽ എത്തപ്പെട്ടു. ജനങ്ങളുടെ മനസ്സും ഹൃദയവും ഒക്കെയാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ എന്നേ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എങ്കിലും ജനാധിപത്യ സംവിധാനം അതൊരു ഉത്സവമാണെന്നുള്ള നിലയിൽ ചാനൽ 91 നിഷ്പക്ഷമായി വിലയിരുത്തുന്ന സർവേയുടെ ഫലം പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ള നമ്മുടെ ധർമ്മമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ. കേരളത്തിൽ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സർവേയിൽ UDFന് 12 സീറ്റുകളും LDFന് 5 സീറ്റുകളും BJPക്ക് 2 സീറ്റും ഒരിടത്ത് തുല്യമായാണ് സമനിലയിലെത്തിയിരിക്കുന്നത്. ആരും ആകാം. പ്രവചനാതീതം. ഇവിടെയുള്ള ഏക പ്രത്യേകത എന്നത് ഒരു പക്ഷേ ഈ സർവേ ഫലം അനുസരിച്ച് പറയുകയാണെങ്കിൽ താമര കേരളത്തിൽ വിരിയുവാനുള്ള സാധ്യത കാണുന്നു. അത് സാധ്യത മാത്രമാണ്, ചിലപ്പോഴത് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ 20 മണ്ഡലങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. ഒരിക്കൽ കൂടി UDFന് 12ഉം LDFന് 5ഉം BJPക്ക് 2ഉം തുല്യനിലയിൽ 1ഉം അങ്ങനെ 20 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകും, അല്ലേ സാർ? യെസ്. എല്ലാം ഞങ്ങളെ വീഴ്ച എല്ലാവർക്കും നമസ്കാരം.